Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇവിടേക്ക് വന്ന് ഇപ്പൊ അവന്റെ ബോഡിയുടെ ഓരോ ഭാഗത്ത് തട്ടി അവന്റെ ദേഹത്ത് കയറി ചാടിത്തുള്ളി എന്തൊക്കെയോ വളരെ കാര്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോൾ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി ലൂഫിയോട് എന്താന്ന് ചോദിക്കും. അതിന് ലൂഫി ആണെങ്കിൽ തൊപ്പിയൊക്കെ അഴിച്ച് ഇപ്പൊ സോളിനോട് പറയും, ഞാൻ ശരിക്കും നിന്നെ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് എൻ്റെ ടീംമേറ്റിൽ ഒരാളെ നീ ഒരുപാട് കഷ്ടപ്പെട്ട് സേവ് ചെയ്തു. അതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പറയും. സോളിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൻ ഒരു സെക്കൻഡ് ബൊട്ടുണ്ടോ ചിന്തിക്കും. ലൂഫി ആണെങ്കിൽ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യും. എൻ്റെ ഫ്രണ്ടിനെ രക്ഷിച്ചതിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. വേറെന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. ഇവിടെ സോറോ ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഉസോപ്പ് ആണെങ്കിൽ വിളിച്ചു പറയും, അവൻ വളരെ ഡീസെന്റ് ആയിട്ട് പെരുമാറാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൂഫി ആണെങ്കിൽ അതിലൊന്നും തളർന്നു പോവില്ല. ഞാനാണ് മഹാനായ ലൂഫി, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ ബബ്ബെ അടിക്കാനായിട്ട് തുടങ്ങും. ഉടനെ റോബിനാണെങ്കിൽ സമാധാനിപ്പിക്കും, നീ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ലൂഫിയെ സോളിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇവനാണ് ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ സാക്ഷാൽ ലൂഫി. അത് കേട്ട് സോൾ ആണെങ്കിൽ അവളോട് പറയും, ഞാൻ ഇവനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ലൂഫി ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും, നിങ്ങളെ കാണാൻ സാധിച്ചതിലും എനിക്കും ഒരുപാട് പ്രഷറുണ്ട്. അത് കേട്ട് നമ്മുടെ ടീംമേറ്റ്സ് ചിരിക്കുകയാണ്. അത് പ്രഷറല്ല, പ്ലഷറാണ്. സോളിനാണെങ്കിൽ അത് കേട്ട് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവൻ അങ്ങനെ ചിരിച്ചു കൊണ്ടേയിരിക്കും. നീ ഒരു പൈററ്റ് ടെമ്പററാണ്, ഞാൻ ഒരു നേവി സോൾജിയർ ആണെന്ന് പറയും. ഉടനെ അവരെല്ലാവരും സന്തോഷമായിട്ട് ഒരുപാട് ഹാപ്പി ആയിട്ട് പരസ്പരം സംസാരിക്കുകയാണ്. സോളിനാണെങ്കിൽ അത് കണ്ട് അവന്റെ ഇമോഷന് പോലും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം അവസാനമായിട്ട് അവൻ റോബിനോട് പറഞ്ഞ വാക്ക്, ഈ ഒരു കടല് അത് വളരെ വിസ്താരമുള്ളതാണ്, ആരും ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോവില്ല, ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നിന്റെ റിയൽ ഫ്രണ്ട്സിനെ ഉറപ്പായാലും നീ കണ്ടെത്തണം. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ റോബിനാണെങ്കിൽ അത് കണ്ടെത്തിയിരിക്കുകയാണ്. അവൻ ആ കാര്യം റോബിനോട് പറയുമ്പോൾ അവള് പറയും, അതെ, നിന്റെ വാക്കിനപ്പുറത്താണ് സംഭവിച്ചതെല്ലാം. ഇവരെല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളിനപ്പുറം മറ്റാരൊക്കെയോ ആണ്. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും ഇവർ തയ്യാറാണ്. ഇവർക്ക് വേണ്ടി ഞാനും ഇപ്പോൾ അപ്രകാരം തന്നെയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെ ഉള്ളിൽ വലിയൊരു അമ്പ് വന്ന് കൊണ്ടതുപോലുള്ള ഒരു ഫീൽ തോന്നുകയാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴവും അതുപോലെ തന്നെ റോബിൻ അവർക്ക് കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ടെന്നും അവർ ആ മൊമെന്റിൽ തിരിച്ചറിയും. അത്രയും നേരവും ചിരിച്ച് സന്തോഷമായിട്ട് സംസാരിച്ചവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ചിരുന്ന് കൂട്ടക്കരച്ചിൽ ആരംഭിക്കുകയാണ്. സോൾ ആണെങ്കിൽ കരച്ചിലിന് ലീഡർഷിപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം സോൾ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്ത് ഇവിടം വരെ എത്തി. അതിനുപരിയായിട്ട് എൻ്റെ റൂബിനെ, അവളെ ഒരു ദുഃഖം അറിയിക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, കൂടെ നിർത്തി സ്നേഹിച്ചു. നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയും. ഉടനെ ലിലിത്ത് ആണെങ്കിൽ അവിടേക്ക് ചാടി വരും. സോൾ, നിനക്കെന്നെ ഓർമ്മയില്ലേ, ഇത് ഞാനാണെന്ന് പറയും. സോളിനാണെങ്കിൽ അതാരാണെന്ന് പിടിയിട്ടില്ല. അവൻ അടിമുതൽ മുടി വരെ ഒന്ന് നോക്കും, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ലളിതാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ 32 പല്ലും കാണിച്ച് ചിരിച്ച് അവന്റെ ചുറ്റും അങ്ങനെ പറന്ന്, ഒരുപാട് വർഷമായി നമ്മൾ കണ്ടിട്ട്, അതുകൊണ്ടായിരിക്കും നിനക്കെന്നെ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് കഴിയാത്തത്. പക്ഷെ സോളാണെങ്കിൽ തീർത്തു പറയും, സത്യമായിട്ട് ഇങ്ങനെയൊരു മുഖം എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് നേരം ഗഹനമായിട്ട് ആലോചിച്ചതിന് ശേഷം ആളാണെങ്കിൽ വീണ്ടും പറയും, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് നിന്നെ മനസ്സിലാവില്ല, അല്ലെങ്കിലും എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല, സത്യത്തിൽ നീ ആരാണ്? അതിന് ലിലിത്ത് പറയും, ഇത് ഞാനാണ് ഡോക്ടർ വേഗോപങ്ക്. അത് കേട്ട് അവൻ ഞെട്ടുകയാണ്. ഉടനെ ജിംബയാണെങ്കിൽ വലിയൊരു ബോക്സ് അത് സോളിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ആക്ച്വലി ഡോക്ടർ വേഗോപങ്ക് ഈ ഒരു വലിയ ബോക്സ് അത് സേഫായി അവിടെ നിന്ന് മാറ്റണം എന്ന് നമ്മുടെ ആൾക്കാരോട് പറഞ്ഞിരുന്നു. അതേ ബോക്സാണ് ഇപ്പൊ ജിംബൈ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഉടനെ ലിലിത്താണെങ്കിൽ ആ ഒരു സർപ്രൈസ് അത് പൊളിക്കുകയാണ്. ആ ബോക്സിൽ മറ്റൊന്നുമല്ല, ആ ബോക്സിലുള്ളത് ഞാൻ തന്നെയാണ്. അതായത് ഡോക്ടർ വേഗോപങ്കിന്റെ ഒരു ക്ലൗണാണ്. എല്ലാ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഡാറ്റാസ് എല്ലാം തന്നെ സിസ്റ്റത്തിൽ നിന്ന് ഇതിലേക്ക് വന്നുകൊള്ളൂ. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ലിലിത്ത് ആണെങ്കിൽ എല്ലാവരോടും പറയും, സത്യത്തിൽ 20 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു ക്ലൗൺ നിർമ്മിച്ച് ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ അതിനെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. ഗവൺമെന്റ് ലാബിൽ നിന്ന് അത് മിസ്സായപ്പോൾ തന്നെ ഗവൺമെന്റിന് ചെറിയ ഡൗട്ടൊക്കെ തോന്നിയതാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അവർ ആ കാര്യം വിട്ടുപോയി. അതുകൊണ്ടാണ് കൂടുതലായിട്ട് അന്വേഷണമൊന്നും നടക്കാതിരുന്നത്. ഇപ്പൊ നമ്മുടെ ആൾക്കാർ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചു. ഇനി ആ ബോക്സ് ഓപ്പൺ ചെയ്ത് ഡോക്ടർ വേഗോപങ്കിനെ വീണ്ടും പഴയതുപോലെ ആക്കി മാറ്റണം. ലളിതാണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് എല്ലാവരോടും പറയും, ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയവും എക്യുപ്മെന്റ്സും ആവശ്യമാണ്.
അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത ലാബ് അതിവിടെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എൽബോഫിലായിരിക്കും എൻ്റെ പുതിയ ലാബും അതുപോലെ തന്നെ എൻ്റെ ജീവിതവും ഇനി ഞാൻ ജീവിച്ചു തീർക്കാൻ പോകുന്നതെന്ന് പറയും. ഉടനെ ജ്വല്ലറി ബോണി ആണെങ്കിൽ ഇപ്പോൾ അവളോട് ചോദിക്കും, എൻ്റെ പപ്പയെ ബാക്ക് ടു നോർമലാക്കാൻ കഴിയോ? അതിനവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, തീർച്ചയായിട്ടും കഴിയും, അതൊന്നും വലിയൊരു മാറ്ററേ അല്ല. സോളിനാണെങ്കിൽ അത്ഭുതം, നീ ശരിക്കും ഡോക്ടർ വേഗോപ്പങ്ക് ആണെങ്കിൽ ഈ ഒരു റീയൂണിയൻ അത് അത്ഭുതം തന്നെയാണ്. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം വേഗോപ്പങ്ക് എനിക്ക് മനസ്സിലായിട്ടില്ല, നീ എങ്ങനെയാണ് ഒരു പെണ്ണായി മാറിയത്? അതിനവൾ പറയും, അതൊരു വലിയ സ്റ്റോറിയാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിനക്ക് പറഞ്ഞു തരാം. അത് കേട്ട് സോൾ ചിരിക്കും. അപ്പോഴായിരിക്കും 3 ജയന്റ് കുട്ടികൾ സോളിന്റെ അടുത്തേക്ക് വരിക. നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് നീ ഇതുവരെ ഫ്രീ ആയില്ലേ, നമുക്ക് കളിക്കണ്ടേ ചോദിക്കും. അതിന് സോൾ പറയും, ഇന്ന് ഞാനൊരല്പം ബിസിയാണ്, നമുക്ക് പിന്നീട് കളിക്കാം. അത് കേട്ട് കുട്ടികളാണെങ്കിൽ ഹാപ്പി ആയിട്ട് യാതൊരു പരിഭവവും ഇല്ലാതെ അവിടുന്ന് കടന്നു പോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ജയൻസിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് വണ്ടർ അടിച്ച് നിൽക്കുമ്പോൾ സോള് തല ഇറങ്ങി വീണു എന്ന് പറഞ്ഞ ആ ഒരു ലേഡി അവിടേക്ക് വരും. ഇതൊരു സാധാരണ സ്പ്രിംഗ് അല്ല, ഇവിടെ കൊച്ചുകുട്ടികളും വന്ന് കളിക്കാറുണ്ട്. ഇതിന്റെ എല്ലാം കാരണക്കാരൻ ഈ സോളാണ് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ ഭയങ്കര ജയന്റ് ആണെങ്കിലും മനസ്സ് കുഞ്ഞുങ്ങളുടേതുപോലെയാണ്. സത്യത്തിൽ എന്നെ തന്നെ ഒരുപാട് പാടുപെടുത്തി. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനായി ഈ ഒരു ബോധം കെട്ട് വീഴുന്ന സീന് അതെന്നെ കൊണ്ട് ഒരു 100 തവണ ഇദ്ദേഹം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഫൈനൽ ടേക്ക് അത് നന്നായെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങളുടെ ആദ്യത്തെ ടേക്കില് ഇദ്ദേഹം കടൽക്കരയിൽ കിടന്നതുകൊണ്ട് തന്നെ വെള്ളം വന്ന് മൂക്കിലേക്ക് ആഞ്ഞടിച്ച് മൂക്കിൽ വെള്ളം കയറിപ്പോയി. സോ അതുകൊണ്ട് തന്നെ ആ പ്ലാൻ കുളവായി. രണ്ടാമത്തെ ടേക്കില് ഞാൻ ഓടി വന്ന ദൂരം അതൊരല്പം അധികം എന്ന് പറഞ്ഞ് അദ്ദേഹം വഴക്കു പറഞ്ഞു. നീ ഇങ്ങനെ ഓടുകയാണെങ്കിൽ 1 വർഷം എടുക്കും എൻ്റെ അടുത്ത് എത്താനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മൂന്നാമത്തെ ടേക്കിലാണെങ്കിൽ അവളൊരല്പം അടുത്തേക്കായിരിക്കും ഓടി വരിക. ആ ഒരു ഓട്ടത്തിനിടയിൽ സോളിന്റെ കയ്യിൽ കയറി ചവിട്ടി കൈ ആണെങ്കിൽ നീര് വെച്ച് വീർത്ത് വരും. പിന്നീട് എങ്ങനെയൊക്കെയോ ആണ് നമ്മുടെ ആൾക്കാർ വന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടുത്തെ പ്രസന്റ് ചെയ്തത്. സോളാണെങ്കിൽ അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇവളുടെ പേര് ആൻജ എന്നാണ്, ഇവളാണ് എൻ്റെ ലൈബ്രറിയുടെ അസിസ്റ്റന്റ്. അത് കേട്ട് അവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവരെല്ലാവരും സ്വീകരിക്കും. ആക്ച്വലി എൽബോഫിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ലൈബ്രറിയും സ്കൂളുകളുമാണ് ഉള്ളത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇവിടെ വെച്ച് കിട്ടും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹെൽപ്പിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയും. അടുത്ത നിമിഷം ഉസോപ്പും ലൂഫിയാണെങ്കിൽ ഹായ് ആയിട്ട് അങ്ങനെ ബഹളം വെച്ച് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. ഉസോപ്പും ലൂഫിയാണെങ്കിൽ ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുള്ള പേരിൽ മരത്തിലെല്ലാം ചാടി കയറി അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിലാരാണ് ഫസ്റ്റ് ആ ലൈബ്രറിയിൽ എത്തുക എന്നതാണ് അവരുടെ മത്സരം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്കൂള് അത് സോൾ കാണിച്ചു കൊടുക്കും. ആക്ച്വലി വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കിങ് അദ്ദേഹമാണെങ്കിൽ സോളിനോട് റിക്വസ്റ്റ് ചെയ്തു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇഷ്ടമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്കൂള് അതുണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് സോളിന്റെ ഐഡിയയിൽ ഇങ്ങനെയൊരു സ്കൂള് അതുണ്ടായത്. അത് ശരിക്കും അവരുടെ ഒരു ബെസ്റ്റ് സ്കൂൾ തന്നെയാണ്. സോളാണെങ്കിൽ ആഞ്ചയെയും ഗൈഡിനെയും ആ 2 ജൈൻ ലേഡീസിനെ അവർ 2 പേരെയും വിളിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അവിടെ മുഴുവൻ ചുറ്റിക്കാണിക്കാനായിട്ട് പറയും. അതിനുശേഷം അദ്ദേഹമാണെങ്കിൽ റോബിനുമായിട്ട് ആ ലൈബ്രറിയിലേക്ക് പോവാണ്. ആൻജി ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നിങ്ങൾക്ക് സ്കൂളാണ് കാണേണ്ടതെങ്കിൽ അത് ഞാൻ ചുറ്റിക്കാണിക്കാം. ഉടനെ ഗൈഡ് പറയും, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനും കാണിച്ചു തരാം. അങ്ങനെ ഓരോരുത്തരും ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇപ്പോ ഡൈവേർട്ട് ചെയ്തെടുക്കുകയാണ്. സോൾ ആണെങ്കിൽ റോബിന് ലൈബ്രറിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും. സോറോയും ബ്രൂക്കും ആണെങ്കിൽ അവർക്ക് സ്കൂള് കാണണമെന്ന് പറഞ്ഞ് അവിടേക്ക് പോകും. ഞങ്ങൾക്ക് പഴയ മെമ്മറീസ് അത് ഓർമ്മ വരുമെന്ന് പറയും. ഇവിടെ ചോപ്പർ ആണെങ്കിൽ നാമിയെ വിളിക്കും, വായു നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കാണാമെന്ന് പറയും. പക്ഷെ ചോപ്പർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തിരുത്തി ലൈബ്രറിയിലേക്ക് പോകും. അത് കണ്ട് സാഞ്ചി ആണെങ്കിൽ നാമിയോട് ഒന്ന് പറയും, നിനക്ക് കൂടെ ഞാനുണ്ട്, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് ഇതൊക്കെ കാണാമെന്ന് പറയും. ഞാൻ കൂടെയുള്ളപ്പോൾ നീ ഒന്നിനെക്കുറിച്ചും ആലോചിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിനക്ക് നല്ലൊരു ബോഡി ഗാർഡ് കൂടെ ആയിരിക്കുമെന്ന് അവൻ പറയും. ാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെടില്ല. ജിംബയാണെങ്കിൽ ഫ്രാങ്കിയോട് ചോദിക്കും, നീ എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്? അതിന് ഫ്രാങ്കി പറയും, ഈ ജയന്റ് ട്രീ, അതാണ് എന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഉടനെ അവർ 2 പേരും ആ ജയന്റ് ട്രീയിലേക്ക് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.